എല്ലാവരും ദൈവകൃപയാൽ സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ആത്മീക യുദ്ധവിജയത്തെക്കുറിച്ചും ആ യുദ്ധവിജയത്തിനായി ഒരു വ്യക്തി ഉപയോഗിക്കേണ്ടുന്ന ആയുധങ്ങളെക്കുറിച്ചും കഴിഞ്ഞ ദിവസങ്ങളിൽ സന്ദേശങ്ങൾ നൽകിയിരുന്നല്ലോ. ആ സന്ദേശം കേട്ട ചിലർ സ്തുതി എന്ന ആയുധത്തെക്കുറിച്ച്, അല്ലെങ്കിൽ സ്തുതിയുടെയും ആരാധനയുടെയും പ്രാധാന്യത്തെക്കുറിച്ച് ഒരു മെസ്സേജ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടതനുസരിച്ച് ദൈവവചനം ധ്യാനിക്കുകയും ഒരു സന്ദേശം പ്രിപ്പയർ ചെയ്യുകയും ചെയ്തു. ആ സന്ദേശമാണ് സ്തുതി എന്ന ആയുധം എന്നുള്ള ഒരു ടൈറ്റിലിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഒരു വേദഭാഗം ഞാൻ വായിച്ച് കേൾപ്പിക്കാം, പരിചിതമായിരിക്കാം. ആ വേദഭാഗത്തിൻ്റെ അകത്തെ അർത്ഥങ്ങൾ നാം നന്നായി മനസ്സിലാക്കുമ്പോൾ സ്തുതിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ഗുണമെന്താണ്, ആത്മീക യുദ്ധത്തിൽ സ്തുതിയുടെ പ്രാധാന്യം എന്താണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. 149 സങ്കീർത്തനം അതിൻ്റെ 6-7 വാക്യങ്ങളാണ്. ആ വാക്യങ്ങൾ ഇങ്ങനെയാണ്: അവരുടെ വായിൽ ദൈവത്തിൻ്റെ പുകഴ്ചകളും അവരുടെ കയ്യിൽ ഇരുവായ്ത്തലുകളുള്ള വാളും ഉണ്ടായിരിക്കട്ടെ. ജാതികൾക്ക് പ്രതികാരവും വംശങ്ങൾക്ക് ശിക്ഷയും നടത്തേണ്ടതിന് അവരുടെ രാജാക്കന്മാരെ ചങ്ങലകളാലും അവരുടെ പ്രഭുക്കന്മാരെ ഇരുമ്പു വിലങ്ങുകളാലും ബന്ധിക്കേണ്ടതിന് എഴുതിയിരിക്കുന്ന വിധി അവരുടെ മേൽ നടത്തേണ്ടതിനും തന്നെ. ഒരു വാക്യത്തിൽ 2 കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. ഒന്ന്, അവരുടെ വായിൽ ദൈവത്തിൻ്റെ പുകഴ്ചയുണ്ടായിരിക്കട്ടെ. 2, അവരുടെ കയ്യിൽ ഇരുവായ്ത്തലുള്ള വാളുണ്ടായിരിക്കട്ടെ. എന്തിനാണ്? അതിനെക്കുറിച്ച് അടുത്ത വാക്യങ്ങളിൽ എഴുതിയിട്ടുണ്ട്. ആ വാക്യങ്ങൾ ഇങ്ങനെയാണ്: ജാതികൾക്ക് പ്രതികാരം, വംശങ്ങൾക്ക് ശിക്ഷ, രാജാക്കന്മാരെ ചങ്ങലകളാൽ ബന്ധിക്കുവാൻ. അടുത്തത്, അവരുടെ പ്രഭുക്കന്മാരെ ഇരുമ്പു വിലങ്ങുകളാൽ ബന്ധിക്കേണ്ടതിന്. അപ്പൊ രാജാക്കന്മാരെയും പ്രഭുക്കന്മാരെയും ചങ്ങലകളാലും ഇരുമ്പു വിലങ്ങുകളാലും ബന്ധിക്കേണ്ടതിന്, എഴുതിയിരിക്കുന്ന വിധി നടപ്പാക്കേണ്ടതിന്, അതെ, പ്രതികാരവും ശിക്ഷയും നടത്തേണ്ടതിന്. ഈ വാക്യം വായിച്ചപ്പോൾ എന്താണ് മനസ്സിലായത്? ജാതികൾ രാജാക്കന്മാർ എന്ന് ഒരുപക്ഷെ അവിടെ ഉപയോഗിച്ചിരിക്കുന്നുവെങ്കിലും ആത്മീക അർത്ഥത്തിൽ സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനകളാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു, ജാതികളോ രാജാക്കന്മാരോ വ്യക്തികളോടോ ഒരു വിശ്വാസിക്ക് ഒരിക്കലും പോരാട്ടമില്ല. ആ വിശ്വാസിയുടെ പോരാട്ടം, അല്ലെങ്കിൽ അവൻ എതിർത്ത് നിൽക്കേണ്ടുന്നത് അതേ വാഴ്ചകളോടും അധികാരങ്ങളോടുമാണ്. അപ്പോൾ ആത്മീക യുദ്ധ വിജയത്തിൽ ഇവിടെ വളരെ വ്യക്തമായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്: ഭക്തന്മാർ മഹത്വത്തിൽ ആനന്ദിക്കട്ടെ, അവർ തങ്ങളുടെ ശയ്യകളിൽ ഘോഷിച്ചുല്ലസിക്കട്ടെ. അവരുടെ വായിൽ, ഒരു ദൈവഭക്തനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു വലിയ വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല. നാം പ്രാർത്ഥനാപൂർവം നാം ആ വാക്യം ധ്യാനിച്ചാൽ വ്യക്തമായ ഉത്തരം നമുക്കതിൻ്റെ അകത്ത് നിന്ന് കിട്ടും. അപ്പോൾ ഒരു ദൈവഭക്തൻ എഴുതിയിരിക്കുന്ന വിധി നടപ്പാക്കുക. എഴുതിയിരിക്കുന്ന വിധി എന്താണ്? ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു, കാൽവറി ക്രൂശിൽ സാത്താനെ നിരായുധീകരിച്ച് ആയുധവർഗം വെപ്പിച്ച് കർത്താവ് നേടിയ ജയഘോഷം, അല്ലെങ്കിൽ ആ ജയം, കർത്താവ് നമുക്ക് വേണ്ടി പുറപ്പെടുവിച്ച ആ വിധി, ആ വിധിയെ നമ്മൾ പ്രഖ്യാപിക്കേണ്ടതിനായി ചെയ്യേണ്ടുന്ന 2 കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഒന്ന്, അവരുടെ കയ്യിൽ ഇരുവായ്ത്തലുള്ള വാൾ. ഇരുവായ്ത്തലുള്ള വാൾ എന്ന് പറയുന്നത് ദൈവവചനമാണ്. അവരുടെ വായിൽ ദൈവത്തിൻ്റെ പുകഴ്ചയുണ്ടായിരുന്നു. പുകഴ്ച എന്ന് പറയുന്നത് ദൈവത്തിന് സ്തോത്രം, ആമേൻ, ഹൈ പ്രൈസസ് ഓഫ് ഗോഡ് എന്നാണ്. ഹൈ പ്രൈസസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ പുകഴ്ച. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആത്മീക യുദ്ധത്തിൽ 2 കാര്യങ്ങൾ ഒരേ സമയം നടക്കണമെന്ന് ഈ വാക്യത്തിൽ നിന്ന് മനസ്സിലാകുകയാണ്. 2 കാര്യങ്ങൾ. ദൈവവചനം ഉപയോഗിക്കുന്നതിനോടൊപ്പം തന്നെ സ്തുതിയും എഫക്റ്റീവായി ഉപയോഗിക്കുവാൻ ദൈവമക്കൾക്ക് കഴിയണം. നമ്മൾ ദൈവവചനത്തിൽ വായിച്ചിട്ടുണ്ട്, സ്തുതികളിൽ മേൽ വസിക്കുന്നവനാണ്, ഇസ്രായേലിൻ്റെ സ്തുതികളിൽ മേൽ വസിക്കുന്നവനായുള്ളവേ നീ പരിശുദ്ധനാകുന്നു. അപ്പം ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്തുതികളിലുമേ വസിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് അവൻ്റെ ഭക്തന്മാർ, അവൻ്റെ വീണ്ടെടുക്കപ്പെട്ട മക്കൾ അവൻ്റെ നാമത്തെ ഉയർത്തുമ്പോൾ, സ്തുതിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ, മഹത്വം കൊടുക്കുമ്പോൾ, ഒന്ന്, അവർ ദൈവത്തെ അംഗീകരിക്കുകയാണ്. 2, ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ബഹുമാനിക്കുകയും ചെയ്യുമ്പോൾ ദൈവം അവിടേക്ക് ഇറങ്ങി വരുന്നു എന്ന് നാം മനസ്സിലാക്കുക. പണ്ടൊക്കെ
ഹല്ലേലൂയായും സ്തുതിയും സ്തോത്രവും ഒക്കെ പറയുന്നവരെ കളിയാക്കിക്കൊണ്ടിരുന്ന് അവരെ സ്തോത്രം പറയുന്നവർ, ഹല്ലേലൂയ പറയുന്നവർ എന്നൊക്കെ പരിഹസിച്ചു കൊണ്ടിരുന്ന പലരും ഇന്ന് ചുറ്റുപാടുകളിലേക്ക് നോക്കുമ്പോൾ അതിൻ്റെ വില തിരിച്ചറിഞ്ഞ് അവർ മറ്റുള്ളവരെക്കാൾ സ്തുതിക്കാനായിട്ട് തുടങ്ങി. നല്ല കാര്യമാണ്, കുറ്റപ്പെടുത്തലല്ല. തിരിച്ചറിവുകൾ എപ്പോഴും നല്ലതാണല്ലോ. അപ്പോൾ ദൈവവചനം നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒട്ടനവധി വേദഭാഗങ്ങളുണ്ട്. ഞാൻ അതിലേക്കുള്ള ചിന്തകളിലൂടെ, അതിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തിൽ നൽകി തന്ന ആലോചനകളിലൂടെ, വചന പഠനത്തിലൂടെ ചില നിമിഷങ്ങൾ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ സ്തുതിയുടെയും ആരാധനയുടെയും പ്രത്യേകത മനസ്സിലാക്കും. അടുത്ത ഒരു വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. മത്തായി സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ ദേവാലയ ശുദ്ധീകരണത്തിനായിട്ട് ദേവാലയത്തിലേക്ക് എത്തുന്ന യേശുവിനെ കണ്ടപ്പോൾ അവിടെ ബാലന്മാർ ആർത്തു. അവരാർത്തത് ദാവീദ് പുത്രന് ഹോശന്ന എന്ന് പറഞ്ഞുകൊണ്ടാണ്. 21-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ ഇവരാർക്കുന്നത് കണ്ടപ്പോൾ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും യേശുവിനോട് പറഞ്ഞു, ഈ ആർക്കുന്ന ബാലന്മാരെ കണ്ട് നീരസപ്പെട്ടു. അവർ സ്തുതിക്കുകയാണ്, അവരെ ആരാധിക്കുകയാണ്. ദാവീദ് പുത്രന് ഹോസന്ന ഹോസന്ന എന്ന് പറഞ്ഞ് അവർ സ്തുതിക്കുന്നത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡായി മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും. അത് യേശു പറഞ്ഞൊരു വാക്ക് വളരെ ശ്രദ്ധിക്കണം. 21-16 എന്താണെന്നറിയാം? ഈ ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും വായിൽ നിന്ന് പുകഴ്ച നിയമിച്ചിരിക്കുന്നുവല്ലോ. പുകഴ്ച എന്ന വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ വായിച്ചു, ഭക്തന്മാരുടെ വായിൽ ദൈവത്തിൻ്റെ പുകഴ്ച. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഈ വാക്യം സത്യത്തിൽ യേശു ഉദ്ധരിച്ചത് സങ്കീർത്തനം 8-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യമാണ്. സങ്കീർത്തനം 8:2. ആ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും വായിൽ നിന്ന് നീ ബലം നിയമിച്ചിരിക്കും. അപ്പൊ ഈ ബലം നിയമിച്ചിരിക്കുന്ന വാക്യത്തെ യേശു എടുത്തു പറഞ്ഞപ്പോൾ കുറച്ച് വ്യത്യസ്തമായി പുകഴ്ച നിയമിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ബലം എന്തുകൊണ്ട് പുകഴ്ചയായി? മനസ്സിലാക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, ദൈവത്തെ സ്തുതിക്കുമ്പോൾ അവിടെ ഒരു പുകഴ്ച വെളിപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, ദൈവത്തെ സ്തുതിക്കുമ്പോൾ അവിടെ ചില വിടുതലുകൾ നടക്കുന്നു, ചില ദൈവിക ബലം നടക്കുന്നു. ദൈവിക ബലത്തിന്റെ അല്ലെങ്കിൽ ദൈവശക്തിയുടെ ഒരു ഇടപെടൽ അവിടെ ഉണ്ടാകുന്നു എന്ന് നാം മനസ്സിലാക്കുക. സത്യത്തിൽ ഇതിനെയും ഒരു ആത്മീക യുദ്ധത്തോട് ബന്ധപ്പെട്ട് ചിന്തിച്ചാൽ യേശുവിന്റെ ശുശ്രൂഷയെ അംഗീകരിക്കാതിരുന്ന, എതിർത്തിരുന്ന മഹാപുരോഹിതന്മാരും അന്നത്തെ കാലത്തെ യാഥാസ്ഥിതികന്മാരായ യഹൂദന്മാരും അവരുടെ ചിന്തകളും മനസ്സുകളും പ്രവൃത്തികളും കർത്താവിന്റെ പ്രവൃത്തിക്ക് അല്ലെങ്കിൽ തൻ്റെ ശുശ്രൂഷകൾക്ക് എതിരായിട്ട് നിൽക്കുമ്പോൾ കുഞ്ഞുങ്ങൾ ദൈവത്തെ സ്തുതിച്ചപ്പോൾ, കുഞ്ഞുങ്ങൾ ദൈവത്തിന്റെ പുകഴ്ച അവരുടെ നാവിലേക്ക് കൊണ്ടുവന്നപ്പോൾ സംഭവിച്ചത് എന്താണ്? എന്താ സംഭവിച്ചത്? അത് സത്യത്തിൽ ഒരു ആത്മീയ യുദ്ധമല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. സ്തുതി എന്ന് പറയുന്ന ഒരു യുദ്ധമാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ദൈവ വചനത്തോടൊപ്പം എഫക്റ്റീവായിട്ട് ഉപയോഗിക്കുവാനായിട്ട് നമുക്ക് കഴിയുന്ന ഏറ്റവും ശക്തമായ ആയുധങ്ങളിൽ ഒന്നാണ് സ്തുതി. പലർക്കും അതിൻ്റെ വില അറിയത്തില്ല. അതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ഒക്കെ ചെയ്യട്ടെ. നമുക്കറിയാം, ചെങ്കടലൊക്കെ കടന്ന ഇസ്രായേൽ ദൈവത്തെ സ്തുതിച്ചു, ആരാധിച്ചു. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ ഒരു പദം ഇങ്ങനെയുണ്ട്, സ്തുതികളിൽ ഭയങ്കരനെ. സ്തുതികളിൽ ഭയങ്കരനെ. ഈ ഭയങ്കരത്വം എന്ന് പറയുന്നത് ശത്രുക്കളുമായി ബന്ധപ്പെട്ട് ദൈവം ഭയങ്കരനാണെന്ന് പറഞ്ഞാൽ എതിരുകൾ, വൈരികൾ, ശത്രുക്കൾ, അവരുടെ മുൻപിൽ ദൈവം വലിയവനാണെന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ സ്തുതികളിൽ ഭയങ്കരനെ എന്നൊരു വാക്ക് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അടുത്തത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് 2 ദിനവൃത്താന്ത പുസ്തകം 20-21 അധ്യായങ്ങളൊക്കെ വായിക്കുമ്പോൾ അവിടെ ഒരു സംഭവമുണ്ട്. ആ സംഭവം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. യഹോശാബാത്ത് എന്ന് പറയുന്ന യഹൂദനായ ഒരു രാജാവ് ഉണ്ടായിരുന്നു, യഹോശാബാത്ത്. ഈ യഹോശാബാത്തിന് എതിരെ മോവാബ്യരും അമ്മോന്യരും യുദ്ധത്തിന് വന്നപ്പോൾ വളരെ ശക്തരായ സൈന്യമാണ് ഇദ്ദേഹത്തിന് നേരെ യുദ്ധത്തിൽ വരുന്നത്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. 20-21 അധ്യായങ്ങളൊക്കെ വായിച്ചു പഠിക്കുക. അവിടെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ പോലെ ഒരു ആത്മീക യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ ഒന്ന്, എന്ത് ചെയ്യണമെന്നറിയാതെ അവരൊരു ഉപവാസം പ്രഖ്യാപിച്ചു. ഉപവാസം പ്രഖ്യാപിച്ച് ജനമെല്ലാം ദൈവം മുമ്പാകെ വന്ന് നിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ഉപവാസം ഒരു യുദ്ധമാണ്, സമർപ്പണം ആവശ്യമാണ്. അവരവർ പാപങ്ങൾ അവിടെ ഏറ്റുപറയുന്നുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നത്, യഹസിയേൽ എന്ന് പറയുന്ന ഒരു ലേവ്യന്റെ മേൽ യഹോവയുടെ ആത്മാവ് വന്നിട്ട് പറയുകയാണ്, ഈ യുദ്ധത്തിൽ ജയം നിങ്ങൾക്ക് ഉറപ്പാണ്.
നിങ്ങളൊന്നും ചെയ്യണ്ട. അടുത്ത വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് യെഹെസ്കേയാവ് ജനത്തെ എല്ലാം കൂട്ടി വരുത്തിയിട്ട് അവരൊരു കാര്യം തീരുമാനിച്ചു. സൈന്യത്തിന്റെ മുൻപിൽ വിശുദ്ധ വസ്ത്രാലങ്കാരം ധരിച്ച സംഗീതക്കാർ മുന്നിൽ നടന്നു. അവർ ദൈവത്തെ പാടി മഹത്വപ്പെടുത്തി യഹോവയുടെ ദയയെക്കുറിച്ചും വിശ്വസ്തതയെക്കുറിച്ചും പാടാൻ തുടങ്ങിയപ്പോൾ ഇവരൊന്നും ചെയ്യാതെ വന്ന സൈന്യം പരാജയപ്പെട്ട് പിന്തിരിയുവാൻ തക്കവണ്ണമുള്ള സാഹചര്യങ്ങളെ ദൈവം അവിടെ ദൈവം ഒരുക്കിയെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പൊ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അവിടുത്തെ ഒരു പദം ശ്രദ്ധിക്കുക, വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടെ ദൈവത്തെ സ്തുതിച്ചു. ഞാൻ അതാണ് പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ദൈവത്തെ സ്തുതിക്കുന്ന ആരാധിക്കുന്ന നമ്മുടെ നാവ് വിശുദ്ധമായിരിക്കണം. ദൈവത്തെ സ്തുതിക്കുമ്പോൾ അതൊരു ആത്മീക യുദ്ധമാണ്. ദൈവത്തെ എന്ന് പറഞ്ഞ് നമ്മൾ എപ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കരുത് നമ്മൾ യുദ്ധത്തിലാണ്, ജയമാണ്. അത് മാത്രമല്ല, ദൈവം നമുക്ക് തരുന്ന ഒരു കാര്യമാണ്, ഇല്ലേ? പല കാര്യങ്ങൾ ഒന്നിച്ച് നടക്കുന്നതിൽ ഒരു കാര്യം മാത്രമാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായി? പല കാര്യങ്ങൾ ഒന്നിച്ച് നടക്കുമ്പോൾ അതിൽ ഒരു കാര്യം മാത്രമാണ്. നാം ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുമ്പോൾ ദൈവം ഇറങ്ങി വരുമ്പോൾ തൻ്റെ ജനത്തിനെതിരായി നിൽക്കുന്ന പ്രതിസന്ധികളിൽ ദൈവം ജയം തരുന്നു. അത്ര മാത്രമേ ഉള്ളൂ. ഒരു വേദഭാഗം കൂടി നമുക്ക് സുപരിചിതമാണ്. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ ബന്ധിക്കപ്പെട്ടവരായി കിടക്കുമ്പോൾ അർദ്ധരാത്രിയിൽ ദൈവത്തെ പാടി സ്തുതിച്ചു. തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. എന്താണ് സംഭവിച്ചത്? കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി, ഭൂകമ്പമുണ്ടായി, വാതിലുകൾ തുറന്നു, ചങ്ങലകൾ അഴിഞ്ഞു വീണു. അവിടെ കൊണ്ട് തീരുന്നില്ല. ആ തടവറയിലുള്ള പലരും ഭയപ്പെട്ടുപോയി. കാരാഗ്രഹ പ്രമാണി രക്ഷിക്കപ്പെടുവാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ഭയത്തോടെ ചോദിച്ചു. അർത്ഥം, ബന്ധനസ്ഥരായി കിടക്കുമ്പോഴും ദൈവത്തെ സ്തുതിക്കാനും ആരാധിക്കാനും അവർ മറന്നില്ല. ഇത് പലപ്പോഴും നമ്മൾ തിരിച്ചറിയുന്നില്ല. സ്തുതിക്കുന്നത് നാണക്കേടായിട്ട്, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഇനിയും അത്യുച്ചത്തിലുള്ള സ്തുതിയും ആരാധനയും വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചിലർ ചോദിക്കും, ഇത്രയും ശബ്ദത്തിൽ ആരാധിക്കേണ്ട ആവശ്യമുണ്ടോ, ഇത്രയും ശബ്ദത്തിൽ പാടേണ്ട ആവശ്യമുണ്ടോ എന്ന് പറഞ്ഞ് ഞാൻ ഈ പറയുന്ന മെസ്സേജ് കേട്ടിട്ട് ആരും വീടിൻ്റെ അകത്ത് കിടന്ന് ഒരുപാട് ബഹളമുണ്ടാക്കി ചുറ്റുപാടുള്ളവർക്ക് പ്രശ്നം ഉണ്ടാക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ സ്തുതിയും ആരാധനയും ആവേശത്തോടെയുള്ള ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന, ദൈവത്തെ സ്തുതിക്കുന്ന അനുഭവങ്ങളായി മാറുമ്പോൾ എഴുതിയിരിക്കുന്നത് നാം ഒരു യുദ്ധത്തിലാണ്. ആ യുദ്ധത്തിൽ ദൈവം നമുക്ക് ജയം തരുന്നു എന്നുള്ളതാണ്. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു കാര്യം നമ്മൾ കാണുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിലെ 13-14 വാക്യങ്ങളിൽ മഹാസർപ്പത്തിൻ്റെയും കള്ളപ്രവാചകന്റെയും വായിൽ നിന്ന് തവള പോലെ 3 പൈശാചിക ആത്മാക്കൾ പുറത്തു ചാടുന്നത് കണ്ടു. അങ്ങനെ ഒരു കാര്യം കണ്ടിട്ടുണ്ടല്ലേ? എന്താണ് അർത്ഥം? തവളയെന്ന് പറയുന്നത് രാത്രി മൊത്തം വിശ്രമം കൂടാതെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ജീവികളാണ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. അവ എങ്ങനെയാണ്? അങ്ങനെയെങ്കിൽ ഭൂലോകത്തിലുള്ള രാജാക്കന്മാരെ വശീകരിക്കുവാൻ, ദൈവത്തിനെതിരെ കൂട്ടം കൂട്ടുവാൻ തവള പോലെ ഇരിക്കുന്ന ദുരാത്മാക്കൾ മഹാസർപ്പത്തിൻ്റെയും അതുപോലെ തന്നെ കള്ളപ്രവാചകന്റെയും ഒക്കെ വായിൽ നിന്ന് പുറത്തു ചാടുന്നത് കാണുമ്പോൾ ഒരു കാര്യം ഓർക്കണം. പിശാചിനാൽ പിടിക്കപ്പെട്ട വായിൽ നിന്ന് അശുദ്ധാത്മാക്കൾ അശ്ലീല വർഷങ്ങൾ പുറന്തള്ളുമ്പോൾ ദൈവത്തെ സേവിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന ദൈവജനത്തിൻ്റെ വായിൽ സ്തുതി എന്ന ആയുധം, ആരാധന, ദൈവത്തിൻ്റെ പുകഴ്ച നമ്മുടെ നാവിൽ ഉണ്ടായിരിക്കട്ടെ. ദൈവത്തെ അനുദിനവും മഹത്വപ്പെടുത്തി സ്തുതിച്ച് കൊമ്പും കുളമ്പുമുള്ള കാളയേക്കാളൊക്കെ വിലയേറിയ സ്തുതിയുടെയും ആരാധനയുടെയും വില നമുക്കറിയത്തില്ല. ആ സ്തുതിയും ആരാധനയും നമ്മുടെ നാവിലുണ്ടാകട്ടെ. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അതുകൊണ്ട് സ്തുതി ദൈവവചനത്തോടൊപ്പം ഫലപ്രദമായി ഉപയോഗിക്കുവാൻ കഴിയുന്ന, പ്രാർത്ഥനയോടൊപ്പം തന്നെ ശക്തിയുള്ള ഒരാത്മീക ആയുധമാണ്. ഞാൻ വീണ്ടും ആ വാക്കൊരിക്കൽ കൂടി പറയുന്നു. പ്രാർത്ഥനയോടൊപ്പം തന്നെ, അല്ലെങ്കിൽ പ്രാർത്ഥനയോടൊപ്പം ചേർത്ത് നമുക്ക് പറയുവാൻ കഴിയുന്ന ശക്തിയുള്ള ഒരു ആയുധമാണ് സ്തുതി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതൊക്കെ വളരെ ഫലപ്രദമായി നമ്മുടെ പ്രാർത്ഥനകളിൽ ഉപയോഗിക്കാം. വിശുദ്ധമായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അതിനെക്കുറിച്ചൊക്കെ വാക്യങ്ങളുണ്ട്. ശമൂവേലിൻ്റെ കാലത്ത് വിശുദ്ധിയില്ലാതെ ആർപ്പിട്ടപ്പോൾ പാളയം, അവരുടെ പെട്ടകം പിടിക്കപ്പെട്ടു പോയ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അടുത്ത സന്ദേശവുമായിട്ട് നമുക്ക് വീണ്ടും കാണുന്നത് വരെ കർത്താവ് നമ്മളെ കൃപയുടെ മറവിൽ മറക്കട്ടെ. ആമേൻ. ദൈവം നമ്മെ സഹായിക്കട്ടെ.